അപ്പോ ഞാൻ ഇന്ന് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. തമിഴിൽ എല്ലാവരും കണ്ടു കാണും വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇത് ബാക്കിയുള്ള വാട്ട്സ് ഇൻ മൈ ബാഗിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാഗ് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു കണ്ടന്റ് ആക്കാമെന്ന്. അങ്ങനെയാണ് ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് വന്നത്. ഞാൻ ഈ അടുത്തായിട്ട് വീട്ടിലോട്ട് പോയി അങ്ങനെ ഇങ്ങനെ കുറച്ച് ഷട്ടിലായിട്ട് ഫുൾ ട്രാവൽ ആയിരുന്നു ഓണം റിലേറ്റഡ് ആയിട്ട്. അത് കാരണം തന്നെ ബാഗിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ബാഗ് നിറഞ്ഞായിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗ് നമ്മള് എന്റെ ബാഗ് കളക്ഷൻ കാണിച്ച കൂട്ടത്തിൽ കാണിച്ചായിരുന്നു. ഇതിപ്പോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബാഗ്സ് ആയി മാറിയിരിക്കുകയാണ്. ഞാൻ എവിടെ പോണെങ്കിലും ഇത് തന്നെ എടുത്തോണ്ട് പോകാൻ. ഇതിന്റെ അകത്തൊരു കുട്ടി ബാഗാണ്. നമുക്ക് അപ്പൊ ആദ്യം കുട്ടി ബാഗിൽ നിന്ന് തുടങ്ങാം. ഇത് ഞാൻ ആലപ്പുഴയിലെ ഒരു കടയിൽ നിന്ന് ഞാൻ മീനും കൂടെ ഒരേപോലെ വാങ്ങിച്ചതാണ്. അറൗണ്ട് 450 ഓർ സംതിങ് അങ്ങനെ എന്തായിരുന്നു വാങ്ങിച്ച സമയത്ത്. ഇതിന്റെ അകത്തൊരു ക്ലിപ്പ് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ വേണ്ടി വന്നു. ഇതിന്റെ അകത്ത് വേറൊരു പേഴ്സ് ഉണ്ട്. ഇതിൽ എന്റെ കാർഡ്സ് പിന്നെ കുറച്ച് ക്യാഷ് അങ്ങനെ എല്ലാമാണ് ഇതിനകത്തുള്ളത്. അതിനകത്തല്ല കുറെ കാർഡ്സുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു ഹാൻഡ് സോപ്പ് ഉണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ചിലയിടത്തൊക്കെ ഹാൻഡ് വാഷ് ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതിൽ ഒരെണ്ണം എടുക്കുക, വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ അലിപ്പിച്ച് കൈ കഴുകുക. ഇൻസ്റ്റന്റ് ഹാൻഡ് സോപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന് 50 രൂപ. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഹാൻഡ് ക്രീമാണ്. ഇത് ആക്ച്വലി നല്ലതാ. ഇതിനകത്ത് ഇതൊരു വാനിലയുടെ ഫ്ലേവറിലെയാണ്. ഹൈഡ്രോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ എന്റെ ഹാൻഡ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ അത് കാരണം ഇത് ഞാൻ ഇപ്പൊ എവിടെ പോയാലും കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോയിലെ തന്നെ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിന്റെ പേരൊന്നും അറിയത്തില്ല, എന്ത് വിബ്രാന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ പോപ്പിൻസ് മിഠായി ഇല്ലേ, പോപ്പിൻസ് മിഠായിയുടെ മണമാണ്. അതൊന്നും എനിക്കിഷ്ടമാണ്. ഇത് പിന്നെ ഞാനൊരു മേക്കപ്പിന് പോയപ്പോഴത്തേക്കും അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മൈ ഗ്ലാമിന്റെ ഒരു ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇതിന്റെ ഒരു ന്യൂഡിഷ് ഷെയ്ഡാണ് വരുന്നത്. നല്ലതാണ്. ഞാൻ പിന്നെ ഇടക്കിടയ്ക്ക് ഉപയോഗിക്കും. പിന്നെ ഒരു ഹാൻഡ് ടിഷ്യൂ. ഇത് എന്റെ എല്ലാ ബാഗിലും കാണും. എന്ന് വെച്ചാൽ എനിക്ക് ടിഷ്യൂ ഭയങ്കര ഒരു ക്രേസ് ആണ്. എനിക്ക് എന്ത് ചെയ്താലും ടിഷ്യൂ ഇട്ട് കൈ തുടങ്ങണം. അപ്പൊ ഇത് മിനിസോയിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ പാക്കായിട്ട് ഞാൻ വാങ്ങിച്ചത്. എന്നിട്ട് ഓരോന്നും ഞാൻ ഓരോ ബാഗിൽ ഇട്ടേക്കും. ഇതിനകത്തൊരു എനിക്ക് തോന്നുന്നു ഒരു 10 പീസ് 8 പീസ് സംതിങ് ഉണ്ട്. ഇത് ഇത്രയാണ് കുഞ്ഞു ബാഗിലുള്ളത്. ഇത് കുഞ്ഞു ബാഗിൽ തന്നെ ഇട്ടേക്കാം. എന്റെ ഒരു റെഡി ടു ഗോ ബാഗാണത്. പിന്നെ ഈ വലിയ ബാഗിൽ ആദ്യം തന്നെ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിക്കകത്ത് സ്കിൻ കെയർ സാധനങ്ങളാണ്. നിയാസിനമൈഡിന്റെ മാസ്ക്, ഇത് സ്റ്റുഡിയോയിലാണ്. പിന്നെ ഒരു ഐ പാച്ച് ഉണ്ട്. നമുക്ക് ബാഗി ആയിട്ടുള്ള അൺഡ്രൈ ഒക്കെ വരുമ്പോ ഇത്. പിന്നെ ഈ ലിപ്പ് പോലെ ഇരിക്കുന്നത് പോലെ ലിപ് മാസ്ക് ആണ് കേട്ടോ ഇത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസിൽ കാണിക്കാം. കാണണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇതും ഐ പൗച്ചാണ്, കണ്ണിന്റെ താഴെ വെക്കുന്നത്. പിന്നെ ഇതാണ് കുങ്കുമപ്പൂവിന്റെ അലോവേരയും കൂടെ ചേർന്ന ഒരു ജെല്ലാണ്. ഇത് ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വീണ്ടും ഗുഡ് വൈബ്സിന്റെ ഒരു മാസ്ക്, ഹുദ ബ്യൂട്ടിയുടെ 2 കൊളാജൻ മാസ്ക്. ഈ മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം മാസ്ക് എപ്പോഴും ഞാൻ കൊണ്ട് നടക്കും. ഇതിപ്പോ വീട്ടിൽ പോയപ്പോ ഇവിടെയാണ് ഇതെല്ലാം ഇരുന്നത്. അതുകൊണ്ട് എല്ലാം കൂടെ കൊണ്ടുപോയതാണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ഇനിയുള്ളത് ഒരു ബുക്കാണ്. ഒരു ഡയറി എൻ്റെ കയ്യിൽ ഉണ്ടാവും. ഒന്ന് എഴുതത്തില്ല. ഇതെന്റെ ട്രാവൽ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി നോട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാ. അതൊക്കെ കുറച്ച് എഴുതാനുള്ളൂ. എന്നാലും എന്റെ കയ്യിൽ ഒരെണ്ണം കാണാം. പിന്നെ എന്റെ ഇംഗ്ലീഷ് അലൈനർ. എന്റെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ അലൈനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ട്രാൻസ്പെറന്റ് ഒരു ലാസ്റ്റ് റിട്രൈനർ പോലെ നമ്മൾ ഡെയിലി നൈറ്റ് ഇടണം. അപ്പൊ അതുണ്ട്. ഇപ്പൊ 2 ദിവസം ഇട്ടിട്ട് ഡോക്ടർ അറിഞ്ഞാൽ എന്നെ ചീത്ത പറയും. പിന്നെ എന്റെ ലാസ്റ്റ് സഞ്ചരിച്ച ഡൽഹിക്ക് പോയ എയർ ടിക്കറ്റ് വിസ്താരയാണ്. അതൊന്നും ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം. പിന്നെ വീണ്ടും പെർഫ്യൂമാണ്. ഇത് വാട്ടർ ഗേളിന്റെ ഒരു പ്യുർ പാഷൻ എന്ന് പറയുന്ന ബോഡി സ്പ്ലാഷ് ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. തീർന്നു. ഇതിന് ഭയങ്കര കിടിലൻ സ്മെല്ലും ആണ്. ഇതെന്തോ 180 റുപ്പീസേ ഉള്ളൂ. പക്ഷെ നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു റെക്സോണ സോപ്പൊക്കെ ഇട്ട് കുളിച്ച ഒരു പ്രതീതി കിട്ടും ഇത് അടിച്ചു കഴിഞ്ഞാൽ. ഇത് പിന്നെ സൗദി അറേബ്യയിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ടോസ്ലീസ് ജോൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. ഇത് ഡേ 2 എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഭയങ്കര അടിപൊളിയാണ്. ലാസ്റ്റ് ചെയ്യും. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 2000-3000 റേഞ്ച് ഒക്കെ വരും. ഇത് 2000 റേഞ്ചിന്റെ ആണ്. നല്ല പെർഫ്യൂമാണ്. പിന്നെ ബുക്ക് ലംസ്.
ഇതെന്താണെന്ന് ചോദിക്കുന്നവർക്ക്, എനിക്ക് ബുക്ക് വായിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പം അതിനു വേണ്ടി കൊണ്ടുനടക്കണം. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലൈറ്റ് ഒന്നും ഇടാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇത് ഇട്ടിട്ട് ആണ് വായിക്കുക. ഇതിൻ്റെ ഇവിടെ സ്വിച്ച് ഉണ്ട്, കാണാം. ഇങ്ങനെ 3 രീതി കത്തും. അപ്പം നമുക്ക് ഏത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഇത് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാം. കാരണം എൻ്റെ മുഖത്ത് വെട്ടാൻ പറ്റുന്നത് അങ്ങനെ ഇത് കത്തും. ഇത് എന്നിട്ട് നമുക്ക് ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ബുക്കിൽ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കാം. സൂപ്പർ പ്രോഡക്റ്റ് കേട്ടോ അത്. പിന്നെ എയർ ഇന്ത്യയുടെ ടിക്കറ്റ്, ഇത് തിരിച്ചു വന്നതിൻ്റെ ടിക്കറ്റ് ആയിരിക്കും ഇത്. പിന്നെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പെർഫ്യൂമിൻ്റെ അളപ്പ, ഇത് ഞാൻ അപ്പം കുറെ തപ്പിയായിരുന്നു, കണ്ടില്ല. പിന്നെ ഇതെനിക്ക് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ തന്നതാണ്. ആയ റിനയുടെ ആണിത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാൻസ്പെറൻറ്റ് പോലെയാണ്. ഇതിങ്ങനെ തേച്ച് കൊടുത്താൽ മതി പോലും പെട്ടെന്ന് ഓയിൽ കൺട്രോൾ ആകുമെന്ന് ഞാൻ ഒരു തവണ യൂസ് ചെയ്തു, കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് കാരണം ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തപ്പാം. അപ്പൊ നമ്മുടെ ഒരു ഒറ തീർന്നു. ഇനി അടുത്ത ഒറയിൽ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളുള്ള അമ്മമാരുടെ അതിനകത്ത് സ്നഗ്ഗീസ്, ബേബി ലോഷൻ ഒക്കെ കാണുന്നത് പോലെ എൻ്റെ അതിനകത്ത് ക്യാപ്പച്ചിനോയുടെ സാധനങ്ങളാണ്. ഇത് ക്യാപ്പച്ചിനോക്ക് ഞാൻ പുതിയതായിട്ട് വെച്ച ടോട്ടലാണ്. ക്യാപ്പച്ചിനോയുടെ ലീഷ് കണ്ടോ, മണിയൊക്കെ ഉണ്ട്. ക്യാപ്പച്ചിനോയുടെ ലീഷാണത്. പിന്നെ ഇത് എനിക്ക് അപ്പച്ചി വന്നപ്പോ തന്നു വിട്ടതാണ്. ഇത് ആർദ്രക സായനം എന്ന് പറഞ്ഞൊരു സാധനം. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ ഈ സദ്യയൊക്കെ പോലെ അല്ലെങ്കിൽ ബിരിയാണി അതൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ലേഹ്യത്തിന്റെ ഒരു ഇത്തിരി കഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഗ്യാസ് ട്രബിൾ ഉള്ളവർക്കൊക്കെ ഇത് ഇത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം. എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ട്. ഇപ്പം മറ്റേ ഇതെനിക്ക് റെക്കമെൻഡ് ചെയ്തത് ദിയാണ് എന്ന് പറയുന്നത്. ഇതെനിക്ക് അപ്പച്ചിയാണ് പറഞ്ഞത്. അപ്പച്ചിയുടെ മരുമോനെ പറഞ്ഞു കൊടുത്തത്. മരുമോനാണ് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സാധനത്തിന്റെ കുറച്ച് എനിക്ക് തന്നു വിട്ടതാ വീട്ടിൽ നിന്ന് വന്നപ്പം. അതവിടെ ഇരിക്കട്ടെ, അത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഷെയ്ഡ്സ്, ആ തെറിച്ചു പോയത് ബഡ്സ് ആണ്, ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഞാൻ ലെൻസ് ആൻഡ് പ്രൈമസിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്. ഈ ഷെയ്ഡ്സ് എൻ്റെ ക്രൂസ് ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടാണ്. ക്രൂസിൽ പോകുന്ന പ്രമാണിച്ച് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ്സ് ആണ്. ഞാൻ എല്ലാ ട്രിപ്പ് പോയാലും ഒരു ഷെയ്ഡ്സ് ആദ്യമേ വാങ്ങിക്കും. പിന്നെ ബഡ്സ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാറ്. നോക്കും, ഒരു പ്രയോജനം ഇല്ലാതായി. അതെല്ലാം പൊട്ടി അവിടെ എല്ലാം പോയി. അവിടെ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതിൻ്റെ അകത്ത് മൊത്തം ബഡ്സാ. പിന്നെ കുറെ ബഡ്സ്, പിന്നെ ഒരു പേനയുണ്ട്, അത് മറ്റേ ബുക്ക് എഴുതാൻ വേണ്ടി. പിന്നെ ഒരു കുഞ്ഞ് നോട്ട് പാഡ് ഉണ്ട്. ഇപ്പൊ നേരത്തെ രുചിയോടെ ശ്രുതിയോളം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പൊ അതിന്റെ ഡേറ്റ്സ് ഒന്നും ക്ലാഷ് ആകാതിരിക്കാൻ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്, കോസ്റ്റ്യൂംസ് അതെല്ലാം എഴുതി വെച്ചതാണ്. ഈ ബുക്ക് എനിക്ക് അബാധമായിട്ട് വാങ്ങിച്ചത്. പിന്നെ തലയിൽ കുത്തുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. ഇതെനിക്ക് ഒരു ഡ്രസ്സ് കൊലാബറേഷൻ വന്നായിരുന്നു. ആ ഡ്രസ്സിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ക്ലിപ്പാ. പക്ഷെ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ഇടാൻ മറന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരെണ്ണം ഈ ബാഗിനകത്തും കിടപ്പുണ്ട്, ടിഷ്യൂ. പിന്നെ സാനിറ്റൈസർ, ഇറ്റ്സ് എ മസ്റ്റ്. എന്റെ കയ്യിൽ എപ്പോഴും കാണും ഒരു സാനിറ്റൈസർ. എനിക്കെന്തോ അതിനകത്ത് യാർഡ്ലിയുടെ സാനിറ്റൈസർ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത്. നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു ലിപ് ലൈറ്റനിങ് ക്രീം ഉണ്ട്. ഇത് ലിപ്സ്ലിച്ച് എന്ന് പറയുന്നതാണ്. ഞാൻ ഈ അടുത്തായിട്ട് ലിപ് ട്രീറ്റ്മെന്റ് ചെയ്തത് കണ്ടു കാണുമായിരിക്കും. ആക്ച്വലി ഇത് ഞാൻ അതിന് മുന്നേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ലിപ് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാർക്കർ ലിപ്സ് ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഞാൻ മറ്റേ ലേസർ ട്രീറ്റ്മെന്റ് ഡാർക്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ അവരെനിക്ക് തന്നതാണ്. അപ്പൊ ഞാൻ ഇത് ബാഗിനകത്ത് ഇട്ടേക്കും, ഇടക്കിടക്ക് എടുത്ത് ഉപയോഗിക്കും ഓർക്കുമ്പോൾ. പിന്നെ തലയിൽ ഞാൻ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാ. തലയിൽ കിട്ടുന്ന കുറെ സാധനങ്ങൾ, ഒരു ബില്ലും അതിന്റെ കൂടെ ഉണ്ട്. എന്തിന്റെയോ ഇതൊക്കെ എന്തുവാണോ എന്തോ. ഇതെനിക്ക് ഇവിടെ പോയപ്പോ ജൂനും ഉണ്ടാക്കിയ കക്കയുടെ ഇതെനിക്ക് തന്നതാ. ഇത് ഷോക്കേസിൽ വെക്കണം, അത് തന്നതാ, ഗിഫ്റ്റ് തന്നതാ. പിന്നെ മമ്മാർത്തിന്റെ ഒരു ലിപ് ഷെയ്ഡ്, ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാ കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എനിക്ക് മമ്മാർത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് തോന്നിയത് ലിപ്സ്റ്റിക്കിൽ മാത്രം. എനിക്ക് ബാക്കിയുള്ള പ്രോഡക്ട്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ലിപ്സ്റ്റിക്കിൽ മാത്രം ഈ ക്രയോൺ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ലിപ്പിന്റെ ഡാർക്ക്നെസ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആ മറ്റേ ഹാർഷ്നെസ് ഇല്ല. ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ പോകും. പക്ഷെ എങ്കിൽ കൂടെയും ലിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വീണ്ടും തല്ലിൽ കിട്ടുന്ന കുഞ്ഞാപ്പി. ഇത് ആസ്റ്റർ മെഡിസിറ്റിയിലെ എൻ്റെ കാർഡാണ്. ഇത് മൗത്ത് ഫ്രഷ്നർ. ഇതുണ്ട്, ഇത് വായിക്കാത്തോടെ അടിക്കില്ല. പാനിന്റെ ഒരു ടേസ്റ്റാ. ഇതൊരു 3-4 ഞാൻ വാങ്ങിച്ചായിരുന്നു. സംഭവം അടിപൊളിയാണ്, പക്ഷെ ടേസ്റ്റ് ഭയങ്കര കുത്തുന്ന ടേസ്റ്റാണ്. അത് കാരണം ഞാൻ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ അടിക്കും. ഇത് എൻ്റെ ചൈനീസ് സ്റ്റിക്കാണ്, നമ്മൾ മുടി ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഗോവയിൽ നിന്ന് കണ്ട വാങ്ങിച്ചതാണ്.
പിന്നെ ഇതെന്റെ ഒരു മാലയായിരുന്നു, ഇതിനെ ഉപേക്ഷിക്കണം. ഇതിന്റെ കളർ റോസ് ആയിരുന്നു, ഇപ്പൊ കറുപ്പായിപ്പോയി. ഇത് ഉപേക്ഷിക്കേണ്ട മാല. യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ 2 കമ്മലുണ്ട്. ഇതൊക്കെ ലൈക്ക് വർക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടയേർഡ് ആകുമ്പോൾ എല്ലാം ഊരി കളഞ്ഞാൽ മതി എന്ന് തോന്നുമല്ലോ, അങ്ങനെ ഊരി ഇടുന്നതാണ്. സോ അത്രേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ച പെർഫ്യൂമിന്റെ അടപ്പൊക്കെയാ. പിന്നെ കുറെ ഇതെല്ലാം ഞാൻ വാരി കളയണം എന്ന് എപ്പോഴും വിചാരിക്കും. ബിക്കോസ് വൺസ് ഇൻ എ വൈൽ ഞാൻ ബാഗ്സ് ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഇതിന്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാതെയാകും. ഇതാണ് എന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇത്രയും സാധനമാണ് എന്റെ ഒരു റെഡി ടു ഗോ ആയിട്ട് എപ്പോഴും എന്റെ ബാഗിൽ ഉണ്ടാവുക. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം. ഇതിനകത്ത് ഒന്നുപോലും ഞാൻ യൂസ് ചെയ്യാത്ത സാധനമില്ല, എല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് എപ്പോൾ ബാഗിൽ കൈയിട്ടാലും മറ്റേ ഡോറയുടെ ബാഗിൽ കൈയിടുന്നത് പോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ വേണം. സോ ഹോപ്പ് യു ലൈക്ക് മൈ വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പം ഇനിയും കണ്ടന്റ്സ് ലൈക്ക് പോകെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഡെയിലി ഇല്ല, വീക്ക്ലി ട്വൈസ് എന്തായാലും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പം ഏകദേശം 399K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു 400 ആകാൻ പോകുന്നു. നമ്മൾക്ക് പക്ഷെ എല്ലാവരും കാണുന്നില്ല, എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും വീഡിയോ എത്തുന്നില്ല. നമ്മൾ വരുന്നത് ഇടയ്ക്ക് കുറച്ച് നാൾ ഇടുന്നില്ലായിരുന്നു, അപ്പൊ അവർ മറന്നുപോയി തോന്നുന്നു. മറന്നുപോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്തായാലും ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനിയും കാണുമ്പോൾ ബെല്ലൈക്കൺ അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ കാണാം. ഇനി കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹാപ്പൻ സൂൺ. സോ till then, this is Shruti Rajinikanth signing off.